ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളാണെങ്കിൽ ഇന്ന് മാമൻ്റെ കൂടെ കേരള ഹൗസിൽ സദ്യ കഴിക്കാൻ പോകണം. ഞാനും ഉണ്ട്, എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്, മാമൻ്റെ 2 മക്കൾ, ഡ്രൈവർ. നമ്മൾ ഇത്രയും പേരും കൂടെ ഒരു 12:45 ആയി, 1 മണിയൊക്കെ ആയപ്പോഴത്തേനും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി നമ്മൾ വാശി എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേനും 1:30-1:45 ആയി. ഇതാണ് കേരള ഹൗസിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ. ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് ടോക്കൺ എടുത്ത് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മൊത്തം മാനത ഉണ്ട്, എന്ന് വെച്ചാൽ സമയത്തിലായില്ലേ, അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ തുടങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമ്പോൾ മൊത്തം ഇതൊക്കെ മാറിക്കോളും. ഞാൻ അങ്ങോട്ട് വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. മറ്റേ അവിടുത്തെ അപ്പച്ചിക്ക് വയ്യാണ്ടായി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടെ അപ്പച്ചയ്ക്ക് വയ്യെന്നും പറഞ്ഞ് കേട്ട് നമ്മൾ നമ്പർ വിളിച്ചപ്പോൾ നമ്മൾ ചാടി കയറി കഴിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ നമ്മളൊരു വഴിയുടെ അവിടെ കസാര കയറി നമ്മളിരുന്നു. ആദ്യം കൊണ്ടാട്ടം വന്നു, പിന്നെ ഇഞ്ചിക്കറി വന്നു, പിന്നെ വെള്ളം വന്നു, നാരങ്ങാച്ചാറ് വന്നു, പിന്നെ ഉണ്ട് ഇങ്ങനെ സാധനങ്ങൾ വന്നു, തോരൻ വന്നു, അവിയൽ വന്നു, പപ്പടം, ചോറ്, അങ്ങനെ എല്ലാ സാധനവും വന്നപ്പോൾ വെച്ച് സാമ്പാറും മോരും ഒക്കെ വെച്ച് നമ്മളങ്ങ് കഴിക്കാൻ തുടങ്ങി. പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ വന്നു, പായസവും വന്നു. കണ്ടോ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, സാധനം കിട്ടുമ്പോൾ എല്ലാവരും എക്സ്പ്രഷൻ മാറും. ഇവരുടെ എക്സ്പ്രഷൻ മാറി തുടങ്ങി. പിന്നെ നമ്മളങ്ങ് കഴിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് കേരള ഹൗസിൻ്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. പിന്നെ അവരോട് അഭിപ്രായം ചോദിച്ചു എങ്ങനെ ഉണ്ടെന്ന്. എല്ലാവരും നല്ല അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. പിന്നെ ആണെങ്കിൽ ഇതാണ് എൻ്റെ കസിൻ സിമ്രാൻ, പിന്നെ മറ്റേതാണ് എൻ്റെ കസിൻ ആദിത്യൻ. പിന്നെ നമ്മളാണെങ്കിൽ ഒരു ഹോസ്റ്റലിൽ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. പിന്നെ പോകുന്ന വഴിക്കാണെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ കേട്ട് നമ്മളെങ്കിൽ പോകുന്നു. മഴ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റലിൽ വന്നു, ലിഫ്റ്റിൽ കയറി നമ്മൾ 2 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് റൂമിൽ പോയി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.